നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും നാളെ IT സെക്ടറിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സൂചനയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ന് അമേരിക്കൻ ഇൻഡെക്സിൽ, പ്രത്യേകിച്ചും ടെക് ഇൻഡെക്സിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമാവുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾ നിലനിൽക്കുന്നതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. കൂടാതെ US-ഇറാൻ ബന്ധം വഷളാകുന്നതും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു കൺസേണായി മാറിയിട്ടുണ്ട്. ഇന്ന് അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം ഇപ്പോൾ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സ് 420 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.65% സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞത്. 44,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.43. കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ ഷെയറുകൾ തുടർച്ചയായി അക്കുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇന്നും കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രൊമോട്ടർ 4.65 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തു. കൂടാതെ ഫെബ്രുവരി 9 മുതൽ 9.25 ലക്ഷം ഷെയറുകളാണ് ഇതുവരെ വാങ്ങിയത്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മോത്തിലാൽ ഒസ്വാൾ പോലുള്ള കമ്പനികൾ കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയർ സെൽ ചെയ്യുമ്പോൾ പ്രൊമോട്ടർ വാങ്ങുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റായി വിലയിരുത്താവുന്നതുമാണ്. കല്യാൺ ജുവലേഴ്സിൻ്റെ റവന്യൂ നോക്കിയാൽ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. റവന്യൂ 42% വർദ്ധിച്ച് 7,278 കോടിയിൽ നിന്നും 10,343 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 90% വർദ്ധിച്ച് 218 കോടിയിൽ നിന്ന് 416 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ 75% വർദ്ധിച്ച് 429 കോടിയിൽ നിന്നും 780 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 5.9% നിന്നും 7.3% എത്തുകയും ചെയ്തു. കമ്പനിയുടെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 27% വർദ്ധിച്ചു. കൂടാതെ സ്റ്റഡഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 29% നിന്നും 31% എത്തുകയും ചെയ്തു. നോൺ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂവിലും ഗണ്യമായ വർധനവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ കമ്പനിയുടെ മാർജിനും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയർ പ്രൈസിലും ഇംപ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 350 ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. 400 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. 450 പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഒരു സമയത്ത് 700 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 350 വരെ ഇടിയുകയും 350 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി ഗ്രൂപ്പ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ നാഷണൽ ലെവൽ റിന്യൂവബിൾ എനർജി ഓപ്പറേറ്റഡ് ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെൻറ്റർ 2035 അദാനി ഗ്രൂപ്പ് ബിൽഡ് ചെയ്തേക്കും. ഇതിനുവേണ്ടി അദാനി ഗ്രൂപ്പ് $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. കൂടാതെ വരും സമയങ്ങളിൽ ഈ $100 ബില്യൺ നിന്നും $250 ബില്യൺ കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉയർത്താനും സാധ്യതയുണ്ട്. കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം 2 ഗിഗാവാട്ട് ശേഷിയുള്ള നാഷണൽ ഡാറ്റാ സെൻറ്റർ പ്ലാറ്റ്ഫോമുകൾ ലോഞ്ച് ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വരും സമയങ്ങളിൽ ഇതിൻ്റെ കപ്പാസിറ്റി 5 ഗിഗാവാട്ടാക്കി ഉയർത്തിയേക്കും. ഇവിടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഗൂഗിൾ എന്ന കമ്പനിയുമായി പ്രവർത്തിച്ച് ജിഗാവാട്ട് സ്കെയിലിലുള്ള ഡാറ്റ AI സെൻറ്റർ ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് ഹൈദരാബാദിലും പൂനെയിലും ലാർജ് സ്കെയിൽ ഡാറ്റാ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തേത് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്ത ഹിന്ദ് റെക്ടിഫയർ ലിമിറ്റഡിനെ കുറിച്ചാണ്. ഹിന്ദ് റെക്ടിഫയർ ഇന്ന് 1.67% ഉയർന്ന് 1,305 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫെബ്രുവരി 11 കമ്പനി ബോണസ് പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിരുന്നു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം 8 മണിയോടുകൂടിയാണ് 1:1 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഹിന്ദ് റെക്ടിഫയർ എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.